نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن نبينا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أيها الناس اتقوا الله عباد الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم هو سماكم المسلمين من قبل وفي هذا ليكون الرسول شهيدا عليكم وتكونوا شهداء على الناس فأقيموا الصلاة وآتوا الزكاة واعتصموا بالله هو مولاكم فنعم المولى ونعم النصير رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا رب ബഹുമാനമുള്ള ആദരണീയരായ വിശ്വാസിനികളായ സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും റബ്ബുൽ ആലമീനായ പടച്ച തമ്പുരാനിൻ്റെ ഓരോ വിധിവിലക്കുകൾ, അവൻ്റെ ഓരോ ആജ്ഞാനിർദ്ദേശങ്ങൾ നല്ലപോലെ പഠിച്ച് മനസ്സിലാക്കി കാത്തു സൂക്ഷിച്ച് തഖ്വാബോധമുള്ളവരായി ജീവിക്കുന്നുണ്ട്. എല്ലാവരെയും ആദ്യമായി ഉണർത്തരെ ഉത്ബോധിപ്പിക്കൽ. സഹോദരങ്ങളെ സഹോദരിമാരെ, ദുൽഹിജ്ജ മാസം, തൗഹീദിൻ്റെ മാസം എന്ന് വിളിക്കാവുന്ന മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം തൗഹീദിന് വേണ്ടി നടത്തിയ അതിൻ്റെ പ്രബോധനങ്ങൾക്ക്, അതിൻ്റെ പ്രചരണങ്ങൾക്ക് വേണ്ടി അദ്ദേഹം ചെയ്ത ത്യാഗപൂർണമായ ആ ജീവിതം, അനിതര സാധാരണമായ ആ ജീവിതം, അത് നാം ഈ മാസങ്ങളിലും അതേപോലെ അതിന് മുമ്പുള്ള ഹജ്ജിൻ്റെ മാസങ്ങളിലെല്ലാം നാം മനസ്സിലാക്കി. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഏതൊരു ദീനാണോ ഇവിടെ പ്രചരിപ്പിച്ചത്, ഇവിടെ പ്രബോധനം ചെയ്തത്,
ആ മഹാനുഭാവൻ ഏതൊരു തൗഹീദിലേക്കാണോ ജനങ്ങളെ ക്ഷണിച്ചത്, ആ തൗഹീദ്, ആ ദീന് അതിനെ പുനർജീവിപ്പിക്കുന്നതിന് വേണ്ടിയായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖായിട്ടിക്കരെ അവസാനത്തെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിയോഗിച്ചത്. അതുകൊണ്ട് തന്നെ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ദീനിനെ പ്രബോധനം ചെയ്യുക എന്നത് ആ പ്രവാചകൻ്റെ ഉമ്മത്തുകളായ നമ്മുടെ ബാധ്യതയായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഉമ്മത്ത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിരട്ട് ആവശ്യപ്പെടുന്നു. ഇന്ന് പറഞ്ഞ സമയത്ത് ഉൾക നിങ്ങളോട് നിന്നൊക്കെ സംസാരിക്കണുള്ളത് ഉമ്മത്തു മുഹമ്മദിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ഉമ്മത്തിൻ്റെ സവിശേഷത എന്തിരെ, ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത എന്തിരെ? അതേ, ഞാനും നിങ്ങളുമെല്ലാം ഉൾക്കൊള്ളുന്ന ഈ സമുദായത്തിൻ്റെ സവിശേഷത എന്താണ് എന്നതായിട്ട് ഇന്ന് കുറഞ്ഞ സമയത്തിൽ ഉൾക നമുക്ക് മനസ്സിലാക്കണുള്ളത്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ആ ത്യാഗപൂർണമായ ജീവിതവുമായി ബന്ധപ്പെട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തുകളായിട്ട് ഞങ്ങളെ, നബിയുടെ ഉമ്മത്തുകളെ വിളിച്ചിട്ട് അല്ലാഹു തആല ചൊല്ലുന്ന ചില കാര്യങ്ങളുണ്ട്. സൂറത്തുൽ ഹജ്ജിലെ അവസാന ഭാഗത്തിൽ ഞാൻ ആമുഖമായി ഓതിവെച്ച ആ ആയത്ത് പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് ഹജ്ജിലെ അവസാനത്തെ ഭാഗമായിട്ട് അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചൊല്ലുന്നു, വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദി, വജാഹിദൂ ഫില്ലാഹി ഹഖ്ഖ ജിഹാദി. ഓ മുസ്ലിം സമുദായമേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായിട്ടിക്കര സമുദായമേ, നിങ്ങൾ അല്ലാഹുവിൻ്റെ കാര്യത്തിൽ, അവൻ്റെ ഈ ദീന്, അവൻ്റെ തൗഹീദ് അത് പ്രചരിപ്പിക്കുന്ന കാര്യത്തിൽ കഠിനമായ നിലക്ക് നിങ്ങൾ ത്യാഗം ചെയ്യണം. കഠിനമായ നിലക്ക് നിങ്ങൾ പരിശ്രമിക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അത് തിരഞ്ഞെടുത്തത് നിങ്ങളെ ആയിട്ടിക്കറ്, വേറെ ഒരു സമുദായത്തെ അല്ലാഹു തആല തിരഞ്ഞെടുത്തിട്ടില്ല. ഈ ഉമ്മത്ത് മുഹമ്മദിനെ ആയിട്ടിക്കറ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിനെ പ്രബോധനം ചെയ്യുന്നതിന് വേണ്ടി അല്ലാഹു തആല തിരഞ്ഞെടുത്തത്. അല്ലാഹു തആല ബഹുമാനിച്ചതായിട്ടിക്കരെ, ആദരിച്ചതായിട്ടിക്കരെ, വിഭാഗമായിട്ടിക്കരെ നിങ്ങൾ എന്ന് അല്ലാഹു തആല അവിടെ ഉണർത്തറ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ കൊണ്ട് ചില കാര്യങ്ങൾ അല്ലാഹു തആല ഉദ്ദേശിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പിന്നീട് ചൊല്ലുന്നു. ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ, നിങ്ങൾക്ക് അല്ലാഹു തആല മുസ്ലിമീങ്ങൾ എന്ന പേര് നൽകിയത് നിങ്ങൾ ഓർക്കണം. നാമൊക്കെ മുസ്ലിമീങ്ങളാണ് എന്ന് അഭിമാനത്തോടു കൂടി പറയേണ്ടവരാണ്. ഈ മുസ്ലിം എന്ന പേര് നമുക്ക് കിട്ടത് നമ്മുടെ മാതാപിതാക്കളല്ല, ഏതെങ്കിലും ഇമാമല്ല, ഏതെങ്കിലും നേതാവല്ല, ലോകത്തമ്പുരാനായ അല്ലാഹു തആലയാണ് ആ പേര് ഞങ്ങൾക്ക് നൽകിയത്. അല്ലാഹു തആല ചൊല്ലുന്നു, വസമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു, നിങ്ങൾക്ക് മുസ്ലിമീങ്ങൾ എന്ന പേര് നൽകിയത്, അത് പണ്ടേ നൽകിയത് അല്ലാഹുവായിട്ടിക്കറ്. മിൻ ഖബ്ലു വഫീ ഹാദാ, ഈ ഗ്രന്ഥത്തിലും ഈ ഖുർആനിലും അല്ലാഹു തആല നിങ്ങളെ വിളിച്ചത് മുസ്ലിമീങ്ങളാണ്. നമ്മളെ മുസ്ലിമീങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും ഇവിടെ ഇസ്ലാമോഫോബിയോ ഉണ്ടാക്കുന്നത് ആരെങ്കിലും ശ്രമിക്കുന്നെങ്കിൽ, അല്ലെങ്കിൽ നമ്മളെ അപമാനിക്കുന്നത് ശ്രമിക്കുന്നെങ്കിൽ, ആ പേര് കൊണ്ട് ഞങ്ങൾക്ക് ഒരിക്കലും അപമാനിതരാകേണ്ട ആവശ്യമില്ല. അങ്ങനെ അതൊരു അവഹേളനമായി, അപമാനമായി കാണേണ്ട ആവശ്യമില്ല. കാരണം ആ പേര് അല്ലാഹുവാണ് നമുക്ക് നൽകിയത്. ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ, അള്ളയാണ് നിങ്ങൾക്ക് മുസ്ലിം എന്ന പേരിട്ടത് എന്ന് പഠിച്ച തമ്പുരാൻ ചൊല്ലുന്നു. എന്തൊക്കെ വേണ്ടി? ഹുവ സമ്മാകുമുൽ മുസ്ലിമീന മിൻ ഖബ്ലു വഫീ ഹാദാ ലിയകൂന അർ-റസൂലു ഷഹീദൻ അലൈക്കും, അല്ലാഹുവിൻ്റെ റസൂൽ നിങ്ങൾക്ക് സാക്ഷിയാകാൻ വേണ്ടിയാണ്. അതേ, മാതൃക സാക്ഷിയാകാൻ വേണ്ടിയാണ് അല്ലാഹുവിൻ്റെ റസൂൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളിലൂടെ ഉദ്ദേശിച്ച കാര്യം അതായിട്ടിക്കറ്. എന്ത്? ലോകാവസാനം വരെ നിങ്ങൾ വഴി, നിങ്ങൾ കാരണമായി അല്ലാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കണം. അല്ലാഹുവിൻ്റെ ദീൻ ഇവിടെ നിലനിൽക്കണം. അത് എന്ത് വേണം? ലിയകൂന റസൂലു ഷഹീദൻ അലൈക്കും
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിങ്ങളുടെ ഷഹീദായി, നിങ്ങളുടെ സാക്ഷിയായി, നിങ്ങളുടെ മാതൃകയായി നിങ്ങൾ സ്വീകരിക്കണം. അതുമാത്രമാണ് അതിന് വഴിയുള്ളത്. അള്ളാഹുവിൻ്റെ റസൂൽ നിങ്ങളുടെ സാക്ഷിയാണ്, അതേ മാതൃകാ സാക്ഷിയാണ്. അള്ളാഹുവിൻ്റെ ദീന് നിങ്ങൾ പഠിക്കേണ്ടത് എവിടെ നിന്നാണ്? ആ റസൂലിൽ നിന്നാണ്. കാരണം ഷഹീദൻ അലൈക്കും, നിങ്ങൾക്ക് മാതൃകാ സാക്ഷ്യമാണ് ആ റസൂൽ. അതേപോലെ തന്നെ ലിതകൂനു ശുഹദാഅ അലന്നാസ്, നിങ്ങൾ വഴി, നിങ്ങൾ ആ റസൂലിൽ നിന്ന് പഠിച്ചതായിരിക്കുന്ന ദീന് അത് നിങ്ങളെ കണ്ട് ലോകത്തുള്ള എല്ലാ ജനങ്ങളും പഠിക്കണം. എത്ര വ്യക്തമാണ്! അള്ളാഹു കാര്യങ്ങൾ മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വഴിയായിരിക്കണം അള്ളാഹുവിൻ്റെ ദീന് എന്ത് എന്ന് ലോകത്തിലുള്ള മറ്റു ജനങ്ങളെല്ലാം തന്നെ പഠിക്കേണ്ടത് എന്ന് പരിശുദ്ധ ഖുർആൻ അവിടെ ഉണർത്തുകയാണ് സൂറത്തുൽ ഹജ്ജിന്റെ അവസാന ഭാഗത്ത്. പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ റസൂൽ നമുക്കറിയാം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട പ്രവാചകന്മാരിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവസാനമായി അന്തിമമായി അള്ളാഹു തആല നിയോഗിച്ച പ്രവാചകനാണ് നമ്മുടെ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ നമ്മുടെ ജീവനേക്കാളധികം നാം സ്നേഹിക്കേണ്ടവരാണ്. ആ റസൂലിനെ പിൻപറ്റിയും കൊണ്ട് ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനേക്കാളും നമുക്ക് ഏറ്റവും പ്രിയങ്കരമാകേണ്ടത് ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരിക്കണം. അത്രത്തോളം ഇഷ്ടപ്പെടേണ്ടതായിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് എന്ന് മാത്രമല്ല, ആ പ്രവാചകന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായിട്ട് ശരീഅത്ത് ഉണ്ട് ചൊല്ലുന്നത്, മതനിയമം കൊണ്ട് ചൊല്ലുന്നത്, പരിശുദ്ധ ഖുർആൻ ഉണ്ട് ചൊല്ലുന്നത്. അത് അവസാനത്തെ വേദഗ്രന്ഥമാണ്. അത് അവസാനത്തെ വേദഗ്രന്ഥമാണ്. ഇനി ഒരു വേദഗ്രന്ഥം അല്ലാഹു തആല ഇറക്കണു പോകുന്നില്ല. ഇനി ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കണു പോകുന്നില്ല. ഖിയാമത്ത് നാൾ വരെ, അന്ത്യനാൾ വരെയുള്ള മനുഷ്യർക്കെല്ലാം തന്നെ മതനിയമമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചിട്ടുള്ളത് ഈ ഖുർആനിനെ ആയിട്ടിക്കറ്. നമുക്കൊക്കെ അറിയാം, ഹദീസിലൂടെ നാം കേട്ട കാര്യമായിട്ടിക്കറ്. അവസാന കാലഘട്ടത്തിൽ മഹാനായ ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും, അല്ലേ? മഹാനായ ഈസ നബി അലൈഹിസ്സലാം ഇറങ്ങി വരും. ഇവിടെ കുറച്ച് വർഷം ഇവിടെ അധികാരം, ആഡളിത്തം അദ്ദേഹം നടത്തും. സത്യസന്ധമായ അദ്ൽ ഇൻസാഫോട് കൂടിയുള്ള നീതിപൂർണമായ ഭരണമായിരിക്കും മഹാനായ റൂഹുല്ലാഹി ഈസ നബി അലൈഹിസ്സലാം ഇവിടെ നടത്തുന്നത്, ഇവിടെ നടപ്പാക്കുന്നത്. ആ ഈസ നബി അലൈഹിസ്സലാം പോലും ഇവിടെ ശരീഅത്ത് മതനിയമം നടപ്പിലാക്കുന്നത് ഇഞ്ചീൽ അനുസരിച്ചല്ല, തൗറാത്ത് അനുസരിച്ചല്ല, പരിശുദ്ധ ഖുർആൻ അനുസരിച്ചാണ് എന്ന് നാം മനസ്സിലാക്കണം. റസൂലിന്റെ ഒരു ഉമ്മത്തിയായിട്ടാണ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഉമ്മത്തിയായിട്ടാണ് അല്ലാഹുവിൻ്റെ ദീൻ ഇവിടെ മഹാനായ ഈസ നബി അലൈഹിസ്സലാം ഖിയാമത്ത് നാളിനോടനുബന്ധിച്ച് ഇവിടെ നടപ്പാക്കുന്നത്. അത്രത്തോളം വളരെ വ്യക്തമായ, വളരെ ഭദ്രമായതായിരിക്കുന്ന ഒരു വേദഗ്രന്ഥമാണ് ഈ ഉമ്മത്തിന് അല്ലാഹു തആല നൽകിയിട്ടുള്ളത്. ഈ ഉമ്മത്തിൻ്റെ സവിശേഷതയാണ്. ഒരു ഹദീസിൽ കാണാം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മ യഹൂദിയ്യുൻ വലാ നസ്റാനിയ്യുൻ ثم يموت ولم يؤمن بالذي أرسلت به إلا كان من أصحاب النار. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, എൻ്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ അതേ ആ പടച്ചവനെ തന്നെയാണ് സത്യം, ആ അല്ലാഹുവിനെ തന്നെയാണ് സത്യം. ലാ യസ്മഉ ബി അഹദും മിൻ ഹാദിഹിൽ ഉമ്മ, എന്നെപ്പറ്റി ഈ ഉമ്മത്തിൽ നിന്നിട്ട് ആരെങ്കിലും എന്നെപ്പറ്റി അവൻ മനസ്സിലാക്കുന്നു, കേൾക്കാൻ ഇടവരുന്നു എന്നെപ്പറ്റി, അത് ആരുമാകട്ടെ, യഹൂദിയും വലാ നസ്റാനിയുൻ, ഒരു ജൂതനാകട്ടെ ഒരു ക്രിസ്ത്യാനിയാകട്ടെ, എന്നെപ്പറ്റി അവൻ കേട്ടു, എന്നെപ്പറ്റി അവൻ മനസ്സിലാക്കി, എല്ലാം അറിഞ്ഞു, എന്നെപ്പറ്റി എനിക്ക് നൽകിയ വേദഗ്രന്ഥത്തെപ്പറ്റി അവൻ അറിഞ്ഞു. അതേപോലെ തന്നെ ഞാൻ പ്രബോധനം ചെയ്യുന്ന തൗഹീദിനെ സംബന്ധിച്ച് അവൻ അറിഞ്ഞു. ജൂതനാകട്ടെ ക്രിസ്ത്യാനിയാകട്ടെ ആരുമാകട്ടെ, വലം യുമിൻ ബില്ലദീ ഉർസിൽതു ബിഹി, ഞാൻ ഏതൊന്നിലേക്കാണോ നിയോഗിക്കപ്പെട്ടത്, ഏതൊരു ദീനിനെയാണോ പ്രബോധനം ചെയ്യാൻ വേണ്ടി എന്ന് അല്ലാഹു തആല നിയോഗിച്ചത്, അതിലവൻ വിശ്വസിച്ചില്ല എങ്കിൽ, എന്നിലവൻ വിശ്വസിച്ചില്ല എങ്കിൽ
ഇല്ലാ കാന മിൻ അസ്ഹാബിന്നാർ. അവൻ നരകത്തിലായിരിക്കും, ഉറപ്പാണ്. അവൻ നരകത്തിലായിരിക്കും. അവൻ എത്ര നന്നായിട്ട് അവൻ ജീവിച്ചവനാണെങ്കിലും ശരി, എന്നിൽ അവൻ വിശ്വസിക്കാതെയാണ് അവൻ മരിക്കുന്നതെങ്കിൽ അവൻ നരകാവകാശിയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, നാം മനസ്സിലാക്കണം ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത, ഈ ഉമ്മത്തിന് അല്ലാഹു നൽകിയ പ്രവാചകന്റെ പ്രത്യേകത. എന്താണ് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകത? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായ നിലക്ക് പറഞ്ഞു, നാം പലപ്പോഴും കേൾക്കുന്നതാണ്, ഉഖ്രിജത്ത് ലിന്നാസ്. ലോക ജനതയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളത്. ഉഖ്രിജത്ത് ലിന്നാസ്, ലോക ജനതയ്ക്ക് വേണ്ടിയാണ് നിങ്ങൾ അല്ലാഹു തആല നിയോഗിച്ചിട്ടുള്ളത്. തഅ്മുറൂന ബിൽ മഅറൂഫ്, അതുകൊണ്ട് നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാകണം. നന്മ എന്ന് പറയുമ്പോൾ നന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ നന്മ ഏതാണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്തു തൗഹീദാണ്. ആ നന്മയായിരിക്കണം നിങ്ങളുടെ ഭാഗത്ത് ആദ്യമായി ഉണ്ടാകേണ്ടത്. വതൻഹൗന അനിൽ മുൻകർ, അതേപോലെ തന്നെ തിന്മകളുടെ തിന്മകളെ നിങ്ങൾ എന്താക്കണം? ശരിക്കും വിരോധിക്കുന്നവരാകണം, തടയുന്നവരാകണം, നിർമാർജനം ചെയ്യുന്നവരാകണം. തിന്മകളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ തിന്മ ഏതാണ്? അത് ശിർക്കാണ്. പിന്നീട് അല്ലാഹു തആല പറയുന്നത് എന്താണ്? വതുഅ്മിനൂന ബില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാകണം. അതെ, ഈ ആദർശത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാകണം. അതാണ് ഈ ഉമ്മത്തിന്റെ സവിശേഷതയായി നാം മനസ്സിലാക്കേണ്ടത്. ഈ ഉമ്മത്തിന്റെ സവിശേഷത നാം സാധാരണ പറയാറുണ്ട്, കുരങ്ങിന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ, മങ്കന്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ, മാണിക്യം കിട്ടിയതുപോലെ ഒരിക്കലും നാം ആയി പോകാൻ പാടില്ല. നമ്മുടെ ദൗത്യം നാം മനസ്സിലാക്കണം. എത്ര വലിയ ഉത്കൃഷ്ട സമുദായമായിട്ടാണ് അല്ലാഹു തആല നമ്മെ തിരഞ്ഞെടുത്തിട്ടുള്ളത്, നിയോഗിച്ചിട്ടുള്ളത്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലേക്ക് നാം നോക്കുകയാണെങ്കിൽ നമുക്ക് ധാരാളമായി ഈ ഉമ്മത്തിന്റെ സവിശേഷത നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഉമ്മത്തിന്റെ സവിശേഷത ഒരുപാട് അല്ലാഹുവിന്റെ ഹബീബായ റസൂൽ നമുക്ക് വിവരിച്ചു തന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഒരു ഹദീസിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടറ്, ഈ ഉമ്മത്ത് ഈ സമുദായം ഒരിക്കലും വഴികേടിൽ ലലാലത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. ഒരിക്കലും ലലാലത്തിൽ ഒരുമിച്ച് കൂടുക എന്നത് ഈ ഉമ്മത്തിൽ ഉണ്ടാവുകയില്ല. കഴിഞ്ഞുപോയ സമുദായങ്ങളൊക്കെ ലലാലത്തിന്റെ ആളുകളായവർ മാറി, അവരൊക്കെ ലലാലത്തിൽ ഒരുമിച്ച് കൂടി. എന്നാൽ ഈ സമുദായം, ഈ ഉമ്മത്ത് മുഹമ്മദിനെ അല്ലാഹു തആല സംരക്ഷിച്ചിട്ടുണ്ട്. ഈ ഉമ്മത്ത് മുഹമ്മദിന്റെ കിതാബ്, വേദഗ്രന്ഥം ഖുർആനിനെ അല്ലാഹു സംരക്ഷിച്ചതുപോലെ തന്നെ ഈ ഉമ്മത്തിനെയും അല്ലാഹു തആല രക്ഷിച്ചു. അതേ, അവർ ലലാലത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. ലാ യജ്മഉല്ലാഹു ഹാദിഹിൽ ഉമ്മ അലൽ ലലാലത്തി അബദാ. ലാ യജ്മഉല്ലാഹു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് എത്ര ഉത്കൃഷ്ടമായ സമുദായമാണ് നാം എന്ന് മനസ്സിലാക്കണം. ഈ ഉമ്മത്ത് ഒരിക്കലും ലലാലത്തിൽ അവർ ഒരുമിച്ച് കൂടുകയില്ല. യദുല്ലാഹി അലൽ ജമാഅ, അല്ലാഹുവിന്റെ സഹായ ഹസ്തമുള്ളത് അത് കൂട്ടായ്മയിലാണ്. ഈ ഉമ്മത്ത് ഒരുമിച്ച് കൂടുമ്പോൾ അല്ലാഹുവിന്റെ സഹായം ആ കൂട്ടായ്മയിലാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ പ്രമാണം ഇജ്മാ ആയി മാറിയത്, അല്ലേ? നാം ഇസ്ലാമിന്റെ പ്രമാണം പറയുമ്പോൾ എന്തെല്ലാമാണ് പറയുന്നത്? ഖുർആന്, ഹദീസ്, തിരുസുന്നത്ത്, ഇജ്മാ, ഖിയാസ് എന്നൊക്കെ നാം പറയുന്നുണ്ടല്ലേ? ആ ഇജ്മാ അത് ഇസ്ലാമിന്റെ പ്രമാണമാകുന്നത് ഈ അടിസ്ഥാനത്തിലാണ്. വിശദീകരിക്കേണ്ടതുണ്ട്, പക്ഷെ സമയത്തിന്റെ കുറവ് കൊണ്ട് ഞാനതൊന്നും കൂടുതൽ വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ ഈ ഉമ്മത്ത് ലലാലത്തിൽ ഒരുമിച്ച് കൂടുകയില്ല. ഇത് ഈ ഉമ്മത്തിന്റെ സവിശേഷതയാണ്. രണ്ടാമത്തെ സവിശേഷത നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ആദ്യമായി പരലോകത്ത് വിചാരണ ചെയ്യപ്പെടുന്നത് ഈ ഉമ്മത്തിനെയാണ്. ആദ്യമായിട്ട് നാളെ പരലോകത്ത് ഉമ്മത്തിനെയാണ് വിചാരണ ചെയ്യപ്പെടുന്നത്. നഹ്നുൽ ആഖിറൂൻ അൽ അവ്വലൂന യൗമൽ ഖിയാമ. നഹ്നുൽ ആഖിറൂൻ, ഞങ്ങൾ അവസാനത്തെ സമുദായമാണ്. ശരിയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞു നമ്മൾ അവസാനത്തെ സമുദായമാണ്. ഞങ്ങൾക്ക് മുമ്പ് ഒരുപാട് സമുദായങ്ങൾ ഇവിടെ കഴിഞ്ഞു കടന്നു പോയിട്ടുണ്ട്. ഞങ്ങൾക്ക് ശേഷം ഇനി വേറെ ഒരു സമുദായം, ഒരു ഉമ്മത്ത് വരാനില്ല. എല്ലാവരും ഏത് ജാതി മതത്തിലാണെങ്കിലും അവരൊക്കെ ഉമ്മത്ത് മുഹമ്മദാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ അവസാനത്തെ ഉമ്മത്താണ്. പക്ഷേ അൽ അവ്വലൂന യൗമൽ ഖിയാമ, നാളെ ഖിയാമത്ത് നാളിൽ ആദ്യമായി ഞങ്ങളെയാണ് വിചാരണ ചെയ്യപ്പെടുന്നത്. അത് വലിയൊരു ഔദാര്യമാണ്, അനുഗ്രഹമാണ്. കാരണം അവിടെ ഓരോരുത്തരും വിചാരണ ഒന്ന് നടന്നു കിട്ടിയാൽ നന്നായിരുന്നു എന്ന് ആഗ്രഹിക്കുന്ന ഒരു സമയമാണ് മഹ്ശറാണ്ട് ചൊല്ലുന്നത്. നമ്മളൊക്കെ അത് കേട്ടതാണ്, അല്ലേ?
നരകമോ സ്വർഗമോ ഏതുമാവട്ടെ പ്രശ്നമല്ല, ഒന്ന് ഇവിടെ നിന്ന് ഈ മഹ്ശറിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമാണ് മഹ്ശറിലുള്ള വിചാരണ. ആ മഹ്ശറ മൈതാനിട്ട് ചൊല്ലുന്നത്. ആ സമയത്ത് ആദ്യമായി വിചാരണ ചെയ്യപ്പെടുന്നത് ഈ ഉമ്മത്തിനെ ആയിരിക്കരുത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടത് ഈ ഉമ്മത്തിൻ്റെ പ്രത്യേകതയാണ്. ആദ്യമായി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നതും ഞങ്ങളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നു, അങ്ങനെ വിചാരണ കഴിഞ്ഞ് അങ്ങനെ സ്വർഗത്തിലേക്ക് പോകേണ്ട ആളുകൾ ഈ ഉമ്മത്തിൽ നിന്നിട്ട്, അതായത് ഉമ്മത്തി എന്ന് പറയുമ്പോൾ ഉമ്മത്ത് ദഅവ, അതേപോലെ ഉമ്മത്തുൽ ഇജാബയുണ്ട്. എന്ന് വെച്ചാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് എല്ലാവരിലേക്കും എത്തിയിട്ടുണ്ട്. അവർ ഉമ്മത്തു ദഅവയാണ്. എന്നാൽ എല്ലാവരും ഇജാബത്ത് ചെയ്യണമെന്നില്ല. ഇജാബത്ത് ചെയ്യുന്ന അല്ലാഹുവിൻ്റെ റസൂലിൻ്റെ വിളിക്ക് ഉത്തരം നൽകുന്നവർ അവർ ഇജാബത്തിൻ്റെ ഉമ്മത്തികളാണ്. ആ ഉമ്മത്തികൾ നാളെ സ്വർഗത്തിലേക്ക് പോകും. ആദ്യമായി സ്വർഗത്തിലേക്ക് പോകുന്നത് ആ ഉമ്മത്തുൽ ഇജാബയായിരിക്കും, പ്രവാചകന്റെ ഉമ്മത്തുകളായിരിക്കും. അതേപോലെ തന്നെ നാളെ സ്വർഗത്തിൽ ഏറ്റവും അധികം ആളുകൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ഉമ്മത്തും അതും ഈ ഉമ്മത്ത് തന്നെയായിരിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പാട്ടത്. ഈ ഉമ്മത്തിന്റെ ആളുകളായിരിക്കും നാളെ സ്വർഗത്തിൽ ഏറ്റവും അധികമായി ഉണ്ടാകരുത്. മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ഇമാം ബുഖാരി മുസ്ലിമും എല്ലാം തന്നെ ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ചൊല്ലുന്നു, ഞങ്ങൾ ഒരിക്കൽ റസൂലുള്ളാഹിയുടെ വെട്ടിക ഇങ്ങനെ ഉണ്ടായിരുന്നു. റസൂലുള്ളാഹിയുടെ വെട്ടിക ഇരിക്കുമ്പോഴത്തോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കേൾക്കാറ്, അതർലൗന അൻ തകൂനു റുബ്അ അഹ്ലിൽ ജന്ന, നാളെ സ്വർഗത്തിന്റെ നാലിൽ ഒരു ഭാഗം, സ്വർഗത്തിന്റെ നാലിൽ ഒരു ഭാഗം നിങ്ങളാകണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ടോ, നിങ്ങൾ ഇഷ്ടപ്പെടുമോ? എല്ലാവരും പറഞ്ഞു നഅം യാ റസൂലല്ലാഹ്, സ്വർഗത്തിന്റെ നാലിൽ ഒരു ഭാഗം നമ്മളാവുക എന്നത് അത് വലിയ ഒരു കാര്യമാണ്, അതെ ഞങ്ങളത് ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടാമത് കേൾക്കാറ്, അതർലൗന അൻ തകൂനു സുലുസ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകളിൽ മൂന്നിൽ ഒരു ഭാഗം നിങ്ങളാകണോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഞങ്ങളെല്ലാം ഉത്തരം പറഞ്ഞു നഅം അതേ നബിയെ, സ്വർഗത്തിന്റെ മൂന്നിലൊരു ഭാഗം നമ്മളാകരുത്, അത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. വീണ്ടും അല്ലാഹുവിൻ്റെ റസൂൽ കേൾക്കാറ്, അതർലൗന അൻ തകൂനു നിസ്ഫ അഹ്ലിൽ ജന്ന, സ്വർഗത്തിന്റെ ആളുകളിൽ നേരെ ഹാഫ്, പകുതി നിങ്ങളാകണോ, നിങ്ങൾക്ക് ഇഷ്ടമാണോ? അപ്പോൾ ഞങ്ങളെല്ലാം ഉത്തരം പറഞ്ഞു അതേ നബിയെ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൊല്ലുന്നു, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി, വല്ലദീ നഫ്സു മുഹമ്മദിൻ ബിയദിഹി ഇന്നി ലഅർജു അൻ തകൂനു നിസ്ഫ അഹ്ലിൽ ജന്ന, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ നാളെ സ്വർഗത്തിന്റെ നേരെ പകുതി നിങ്ങളായിരിക്കും, ഈ ഉമ്മത്തായിരിക്കും. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലുന്നതിൻ്റെ കാരണം, അന്നൽ ജന്ന ലാ യദ്ഖുലുഹാ ഇല്ലാ നഫ്സും മുസ്ലിമ, സ്വർഗത്തിലേക്ക് മുസ്ലിമായ മനുഷ്യരല്ലാതെ പ്രവേശിക്കുകയില്ല, മുസ്ലിമായ മനുഷ്യരല്ലാതെ പ്രവേശിക്കുകയില്ല. അതവിടെ നാളെ കൃത്യമായ നിലക്ക് അറിയാൻ കഴിയുമെന്ന് ഹബീബായ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. ഏതുപോലെ വമാൻതും ഫീ അഹ്ലി ശിർകി ഇല്ലാ കശ്ശഅറത്തിൽ ബൈളാ ഫീ ജിൽദി സൗരിൽ അസ്വദ്, അതേ കറുത്ത കാള, കറുത്ത ബോരിയുണ്ടല്ലേ, കറുത്ത പയ്യുണ്ടല്ലേ, ആ കറുത്ത ബോരിയിൽ ഒരു വെളുത്ത രോമമുണ്ടായാൽ കാണൂലേ, കറുകറുത്ത ഒരു ബോരി, ഒരു കാളയിൽ ഒരു വെളുത്ത ഒരു രോമം, ഒരു മുടിയുണ്ടെങ്കിൽ കാണൂലേ, ഇതുപോലെ മുസ്ലിമീങ്ങളെ നാളെ അവിടെ തിരിച്ചറിയാൻ സാധിക്കും. കാരണം അവർ ദുന്യാവിൽ അചഞ്ചലമായ തൗഹീദിന്റെ ആളുകളായിരുന്നു. അതുകൊണ്ടാണ് അചഞ്ചലമായ തൗഹീദിന്റെ ആളുകളായിരുന്നു. അതുകൊണ്ട് നാളെ പരലോകത്ത് അവരെ തിരിച്ചറിയാൻ സാധിക്കും. ദുന്യാവിലെ പോലെയല്ല. ദുന്യാവിലെന്ന് വെച്ചാൽ റേഷൻ കാർഡിലൊക്കെ മുസ്ലിമീങ്ങൾ ഉണ്ടാകും, ആധാർ കാർഡിലും മുസ്ലിമിന്റെ പേര് കാണും, അതേപോലെ ഐഡന്റിറ്റി കാർഡിലുമെല്ലാം മുസ്ലിമിന്റെ പേര് കാണും. പരലോകത്ത് അങ്ങനെയല്ല. അചഞ്ചലമായ തൗഹീദി വിശ്വാസമുള്ളവരെ വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആ തൗഹീദിലേക്കുള്ള ക്ഷണമാണ് നമ്മുടെ ദൗത്യമെന്ന് നാം മനസ്സിലാക്കണം. അത് എന്ത് വേണം? അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ നാം സ്വീകരിക്കേണ്ട മാർഗങ്ങൾ എന്തൊക്കെയായിരിക്കണം അതും അല്ലാഹു വ്യക്തമാക്കുന്നുണ്ട്. നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത് ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന,
ബിൽ ഹിക്മതി വൽ മൗഇദത്തിൽ ഹസന. ഈ മാർഗമായിരിക്കണം നമ്മുടെ ഭാഗത്തുണ്ടാകേണ്ടത്. ഹിക്മത്ത്, അതേപോലെ തന്നെ മൗഇദത്തുൽ ഹസന, പിന്നൊന്ന് വജാദിൽഹും ബില്ലത്തി ഹിയ ഹസൻ, മുജാദല എന്ന് പറയും അതിന്. ഈ മൂന്ന് രൂപം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനം ഈ മൂന്ന് രൂപത്തിലുമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സത്യമാർഗത്തിലേക്ക് നാം ക്ഷണിക്കുമ്പോൾ ചിലപ്പോൾ ഹിക്മത്ത് ആവശ്യമാണ്, ചിലപ്പോൾ നല്ല ഉപദേശങ്ങൾ ആവശ്യമാണ്. ഒരിക്കലും അവരെ നിർബന്ധം ചെലുത്തിയിട്ടോ ശക്തിയോ സ്വാധീനമോ ഉപയോഗിച്ചിട്ടോ ആവാൻ പാടില്ല. അള്ളാഹു പറഞ്ഞു തന്ന ഈ മൂന്ന് രൂപമായിരിക്കണം. അതിനൊരു സംഭവം മാത്രം ഞാൻ നിങ്ങളെ വിശദീകരിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ഉദ്ദേശിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ വെച്ച് അള്ളാഹുവിൻ്റെ ദീൻ തൗഹീദിന്റെ ആ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതായ സന്ദർഭത്തിൽ മക്ക മുശ്രിക്കുകൾക്ക് അത് വലിയ ഒരു പ്രയാസകരമായി തോന്നി. മക്ക മുശ്രിക്കുകൾക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. ആ സമയത്ത് മക്ക മുശ്രിക്കുകൾ എന്തു ചെയ്തു? അവരുടെ കൂട്ടത്തിൽ നല്ല ബുദ്ധിമാനായ, നല്ല എഴുത്തുകാരനായ, നല്ല സാഹിത്യം ലിറ്ററേച്ചറൊക്കെ അറിയുന്ന ഒരു മനുഷ്യൻ അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നു. അയാളുടെ പേര് ഹുസൈൻ എന്നായിരുന്നു. എന്താണ്? ഹുസൈൻ. സ്വാദ് സീനല്ല, സ്വാദ് യാവുന്നൂൻ. ഹുസൈൻ. ഹുസൈൻ, ഇമ്രാൻ ഇബ്നു ഹുസൈൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, സഹാബിയുടെ പേരാണ്. ഈ ഹുസൈൻ എന്ന ഈ മനുഷ്യൻ അവരുടെ കൂട്ടത്തിൽ നല്ല ബുദ്ധിമാനാണ്, എഴുത്തുകാരനാണ്, പക്ഷേ ഇസ്ലാമിൻ്റെ ബദ്ധവേരിയാണ്. ഖുറൈശികളൊക്കെ പോയിട്ട് ഹുസൈനോട് പറഞ്ഞു, നോക്ക്, മുഹമ്മദിന്റെ പ്രചരണം കൊണ്ട് ഞങ്ങളുടെ ബന്ധങ്ങളൊക്കെ താറുമാറായി, നമ്മുടെ ഇലാഹുകളൊക്കെ അവൻ ആക്ഷേപിക്കുന്നു. മുഹമ്മദ്, നിങ്ങളൊന്ന് പോയിട്ട് മുഹമ്മദിനോട് പറഞ്ഞാൽ നിങ്ങളുടെ വാക്ക് മുഹമ്മദ് സ്വീകരിക്കും. അയാൾ സമ്മതിച്ചു, ഹുസൈൻ സമ്മതിച്ചു. അങ്ങനെ ഹുസൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സദസ്സിലാണ്, സ്വഹാബത്തെല്ലാം ഉണ്ട്. ഹുസൈൻ റസൂലുള്ളാഹിയുടെ അടുക്കലേക്ക് വരുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എങ്ങനെയാണ് സ്വീകരിക്കുന്നത് നോക്കണം. ഇസ്ലാമിൻ്റെ പ്രബോധന മാർഗത്തിൽ ഇറങ്ങുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണ്. വളരെ ബഹുമാനത്തോടു കൂടി, വളരെ റെസ്പെക്റ്റോടു കൂടിയാണ് സഹാബത്തിനോട് പറയുന്നു, ഇതാ പ്രായം ചെന്ന ഒരു മനുഷ്യൻ ഇവിടെ വരുന്നുണ്ട്, ഇപ്പോൾ നിങ്ങൾ ആദരിക്കണം, ബഹുമാനിക്കണം അയാളെ. അങ്ങനെ അയാൾ വന്നപ്പോൾ സഹാബത്തുൽ കിറാം അദ്ദേഹത്തെ ആദരിക്കുകയാണ്. കാരണം പ്രായമുള്ള ആളാണ്. പ്രായമുള്ള ആളുകളെ ബഹുമാനിക്കാൻ വേണ്ടി പഠിപ്പിച്ച പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് സഹാബത്തിനോട് നിർദ്ദേശിക്കുന്നത്. പ്രായമുള്ള മനുഷ്യനാണ്, ആദരിക്കണം. അങ്ങനെ അയാൾ വന്നു, നബിയും സഹാബത്തും ആദരിച്ചു. ആ ആദരവുക്ക്, ആ റെസ്പെക്റ്റ് യാതൊരു മര്യാദയും കൽപ്പിക്കാണ്ട്, ഒരു മര്യാദയില്ലാത്ത നിലക്കാണ് റസൂലുള്ളാഹിനോട് അയാൾ പളക്കം പറയുന്നത്. കാരണം ഇസ്ലാമിന്റെ ശത്രുവാണ് അയാൾ. അയാൾ ആദ്യമേ ചൊല്ലുന്നത് യാ മുഹമ്മദ് എന്ന ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത ഒരു പളക്കമായിരുന്നു. ഓ മുഹമ്മദേ എന്നിങ്ങനെ വിളിച്ചുകൊണ്ടാണ്. ഇന്നക തശ്തിമു ആലിഹതന, മുഹമ്മദേ നീ ഞങ്ങളെ ഇലാഹുകളെ, ഞങ്ങൾ ആരാധ്യ വസ്തുക്കളെ നീ ചീത്ത വിളിക്കരല്ല മുഹമ്മദേ, നീ ഇത് നിപ്പാട്ടണം. വഫറഖ്ത ജമാഅതന, ഞങ്ങളുടെ ഇടയിൽ ഒരു ഐക്യമുണ്ടായിരുന്നു, ഒരു ഒത്തൊരുമ നമ്മുടെ കുടുംബത്തിൽ, അതെല്ലാം നീ ഛിന്ന ഭിന്നമാക്കി. നോക്കണം, എന്താണ് പറയുന്നത്? ഞങ്ങളുടെ ഇടയിൽ ഒരു ഐക്യമുണ്ടായിരുന്നു ഇതുവരെ, നീ വന്നതിന്റെ ശേഷമാണ് ഞങ്ങളുടെ ഐക്യങ്ങളൊക്കെ തകർന്ന് താറുമാറായത്. ഇന്ന് അല്ലാഹുവിന്റെ ദീന് പറയുമ്പോൾ, തൗഹീദ് പറയുമ്പോൾ ഇന്നും ആളുകൾ, അതേ ശിർക്കിന്റെ വക്താക്കൾ പറയുന്ന വാക്കിതാണ്. മുന്നേ നമ്മളൊക്കെ നല്ല ഒത്തൊരുമയിലുണ്ടായിരുന്നു, ഇപ്പോ ഈ തൗഹീദിന്റെ ആളുകൾ ഇങ്ങനെ വന്നിട്ടാണ് ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഛിന്ന ഭിന്നമാക്കിയത്, ഞങ്ങളുടെ കുടുംബ ബന്ധം താറുമാറാക്കിയത് എന്നൊക്കെ ഇന്നും പറയുന്നുണ്ട്. അന്ന് റസൂലിനോട് പറഞ്ഞതും ഇതേ നിലക്കുള്ള വാക്കായിരുന്നു എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളോട് കൂടുതൽ ആർഗ്യുമെന്റ് നിന്നിട്ടില്ല. ഞാൻ എപ്പോഴാണ് നിങ്ങളെ ഇലാഹുകളെ ചീത്ത പറഞ്ഞത്, ഞാൻ എപ്പോഴാണ് നിങ്ങളെ ഛിന്ന ഭിന്നമാക്കിയത് എന്നൊന്നും ചോദിച്ചില്ല. അനാവശ്യമായ ചോദ്യങ്ങളൊക്കെ അവിടെ റസൂൽ ഒഴിവാക്കുകയാണ്. ഇന്നൊക്കെ നിങ്ങൾ നോക്കി, വാട്സപ്പിലൂടെ പരസ്പരം ആദർശത്തിലോ ആശയത്തിലോ അല്പം എതിരാവുകയാണെങ്കിൽ എന്തെല്ലാമാണ് വാട്സപ്പിൽ വരുന്നത്. എത്ര മണിക്കൂറുകളാണ് ഇതിൻ്റെ പിന്നാലെ പോകുന്നത്. ചില ആളുകളൊക്കെ വിചാരിക്കും നമ്മളെന്തെങ്കിലും നമ്മളെ എതിരായിട്ടുള്ള ആശയക്കാരനോട് എന്തെങ്കിലും കുറേ ചീത്ത പറഞ്ഞാൽ കുറേ നല്ല കാര്യം ചെയ്തു എന്നാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇവിടെ നാം മനസ്സിലാക്കണം, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എങ്ങനെയാണ് ഈ ഇസ്ലാമിൻ്റെ ബദ്ധവൈരിയായ ഹുസൈനെ ഇവിടെ സ്വീകരിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. റസൂൽ അതൊന്നും പറഞ്ഞില്ല, ആവശ്യപ്പെട്ടില്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചില ചോദ്യങ്ങൾ ചോദിക്കുന്ന അയാളോട് മനസ്സിലാക്കണം. ചില ചോദ്യങ്ങൾ മാത്രമാണ്, ചില ക്വസ്റ്റ്യനുകൾ, 1-2 ക്വസ്റ്റ്യനുകൾ മാത്രം ചോദിക്കുന്നു. അതിൽ ഒന്നാമത്തെ ചോദ്യം, ഹുസൈൻ, യാ ഹുസൈൻ, കം ആലിഹ തഅബുദുൽ യൗം, കം ആലിഹ തഅബുദുൽ യൗം, നിങ്ങൾ ഇപ്പോൾ ചൊന്നാറല്ലേ ഞങ്ങളുടെ ഇലാഹുകളെ ബഹുവചന രൂപത്തിലായിട്ടാണ് അയാൾ ചൊന്നത്. ഞങ്ങളെ ഇലാഹുകളെ നീ ആക്ഷേപിക്കറ. പ്ലൂരൽ, സിംഗുലർ, പ്ലൂരൽ നിങ്ങൾ ചെന്ന് കേട്ടിട്ടുണ്ടാവും, ബഹുവചനമാണ്. അപ്പൊ ഞങ്ങളെ ഇലാഹുകളെ നീ
ആക്ഷേപിക്കാണ്ട് ചൊല്ലുമ്പത്തു എത്ര ഇലാഹുകൾ നിങ്ങൾക്കുണ്ടു, എത്ര ഇലാഹുകളെ നിങ്ങൾ ആരാധിക്കാറ് പൂജിക്കാറ് ഒരു നാളിൽ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കറ്. ആ സമയത്ത് അയാൾ ചൊന്നതിന് മറുപടിയായി സബ്അത്തും ഫിൽ അർദ്, സബ്അത്തും ഫിൽ അർദ്, ഭൂമിയിൽ 7 ഇലാഹ്, വവാഹിദും ഫിസ് സമാ, 1 ആകാശത്തിലാണ്. 1 ആകാശത്തിലുണ്ട് ചൊല്ലുന്നത്. നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്ന, നമ്മളൊക്കെ ദുആ ചെയ്യുന്ന അള്ളാഹുവിനെ ഉദ്ദേശിച്ചിട്ടാണ് അയാൾ 1 ആകാശത്തിലുണ്ട് ചൊന്നത്. ബാക്കി 7 ഭൂമിയിൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അടുത്തതായിരിക്കുന്ന റസൂലുള്ളാഹിയുടെ ചോദ്യം നിങ്ങൾ നോക്കണം. ഹുസൈനെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കഷ്ടപ്പാടുകൾ ഉണ്ടാകും, പ്രതിസന്ധികൾ, ദുരിതങ്ങൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പത്തു നിങ്ങൾ ആരട്ടെയാണ് കേൾക്കരുത്? ഈ ഭൂമിയിലുള്ള 7 ദൈവങ്ങളെയോടാണോ അതല്ല ആകാശത്തിലുള്ള ഒരാളോടാണോ നിങ്ങൾ കേൾക്കരുത്? നോക്കണം, എത്ര നല്ല മനോഹരമായ നിലക്കാണ് റസൂൽ അയാളുമായിട്ട് ഇങ്ങനെ പ്രതികരിക്കുന്നത് നിങ്ങൾ നോക്കണം. ആ സമയത്ത് അയാൾ ഉത്തരം കൊടുക്കൂ, അല്ലദീ ഫിസ്സമാ, മേലെയുള്ള ആകാശത്തിലുള്ള അവനോടാണ് നമ്മൾ കേൾക്കരുത്. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കേൾക്കരു, ഫൈദാ ഹലക്കൽ മാലു മൻ തദ്ഉ, നിങ്ങൾക്ക് സാമ്പത്തികമായ പ്രയാസമുണ്ടാകുമല്ലോ. നമ്മുടെയൊക്കെ ഓരോരുത്തരുടെ ജീവിതത്തിൽ സാമ്പത്തികമായ പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലേ, പട്ടിണി ഉണ്ടാകുന്നു, അതേപോലെ രോഗമുണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ ഉണ്ടാവുക നമ്മുടെ സാധാരണ ജീവിതത്തിൽ ഉണ്ടാകുന്ന കാര്യമല്ലേ. അങ്ങനെ ഉണ്ടാകുമ്പോൾ ജീവിതത്തിൽ പട്ടിണിയും അതേപോലെ തന്നെ ദാരിദ്ര്യവും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആരട്ടെയാണ് കേൾക്കരുത്? ആ മനുഷ്യൻ പറയുന്നു, അല്ലദീ ഫിസ്സമാ, ആകാശത്തിലുള്ളവനോടാണ് നമ്മൾ കേൾക്കരുത്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളോട് ചോദിക്കരെ അവസാനത്തെ ചോദ്യമുണ്ട്. യാ ഹുസൈൻ, യാ ഹുസൈൻ, നോക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ദാരിദ്ര്യവും എല്ലാം ഉണ്ടാകുമ്പോൾ നിങ്ങൾക്ക് ചൊല്ലൊണുകും, നിങ്ങൾക്ക് കേൾക്കൊണുകും, നിങ്ങൾക്ക് കൈ ഉയർത്തൊണുകും, നിങ്ങൾക്ക് ഉൾപ്പുടണുകും ഉള്ളത് ആകാശത്തിലിക്കരെ ഉപരിലോകത്തിക്കരവൻ മാത്രമാണെങ്കിൽ പിന്നെ ഈ ഭൂമിയിൽ 7 ദൈവങ്ങൾ എന്തുക? ഈ ഭൂമിയിൽ പിന്നെ എന്തുക നിങ്ങൾക്ക് 7 ദൈവങ്ങൾ? അതൊക്കെ മറുപടിയില്ല, ഹുസൈനിക്ക് മറുപടിയില്ല. ഹുസൈൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. കാരണം ബുദ്ധി പ്രയോഗിക്കുന്നു. ഈ ബുദ്ധി ശരിയായ നിലയ്ക്ക് പ്രയോഗിക്കാത്തതിൻ്റെ പേരിലാണ് നമ്മുടെ ബുദ്ധികൾ, നമ്മുടെ മസ്തിഷ്കങ്ങൾ ആരുടെയോ കാലിൻ്റെ അടിയിൽ, ചിലപ്പോൾ അത് ഏതെങ്കിലും ആൾ ദൈവങ്ങളായിരിക്കും, ചിലപ്പോൾ ഏതെങ്കിലും ഉസ്താദുമാരായിരിക്കും, പുരോഹിതന്മാരായിരിക്കും, അവരുടെ കാലിൻ്റെ അടിയിൽ പണയം വെക്കുമ്പോഴാണ് നമുക്ക് ജാറങ്ങളെയും ദർഗകളെയും സമാധികളെയും എല്ലാം തന്നെ നാം അന്വേഷിച്ചു പോകുന്നത്. ഇവിടെ ഈ മനുഷ്യൻ ബുദ്ധി ചെലവാക്കുകയാണ്. അദ്ദേഹത്തിന് കാര്യങ്ങൾ മനസ്സിലായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവസാനമായിട്ട് ചൊല്ലുറു, ഹുസൈൻ, നിങ്ങളിപ്പോൾ ചൊന്നാറില്ലേ, നിങ്ങളുടെ പ്രയാസങ്ങൾ പ്രതിസന്ധികളെല്ലാം മേലയിക്കര ആ ഒരു റബ്ബരെയാണ്, ആ മേലയിക്കര ഒരാളോടാണ് കേൾക്കരുത്, പ്രാർത്ഥിക്കരുത് എന്ന് നിങ്ങൾ ചൊന്നല്ലേ. ആ റബ്ബിനെ അടിമകളായി ജീവിക്കണോ നിങ്ങൾ മുസ്ലിമാക്കണം. അസ്ലിം തസ്ലം, നിങ്ങൾക്ക് രക്ഷപ്പെടാം, നിങ്ങൾക്ക് രക്ഷപ്പെടാം. അയാൾ പിന്നീട് അള്ളാഹുവിൻ്റെ ദീൻ അതേ സ്പോട്ടിൽ വെച്ച് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിക്കുന്നതാണ് നാം കാണുന്നത്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇതാണ് അള്ളാഹുവിൻ്റെ ദീന് മറ്റുള്ളവർക്ക് നാം എത്തിച്ചു കൊടുക്കേണ്ടതിൻ്റെ ഒരു ശൈലി മാത്രമാണ് ഇവിടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ രീതിയിൽ അള്ളാഹുവിൻ്റെ ദീൻ അത് പ്രബോധനം ചെയ്യുവാൻ, അത് ജീവിതത്തിൽ ഉൾക്കൊള്ളുവാൻ, പ്രചരിപ്പിക്കുവാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹൽ അളീമ ലീ വലക്കും വഅസ്തഗ്ഫിഹി അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا وإمامنا وقدوتنا محمد بن عبد الله المبعوث رحمة للعالمين وعلى آله وأهل بيته وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد فيا أيها الناس
اتقوا الله سبحانه وتعالى في السر والعلن وكونوا مع الصادقين. സഹോദരങ്ങളെ, സഹോദരിമാരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്ത് മുഹമ്മദിയായുടെ പ്രത്യേകതകൾ, സവിശേഷതകളാണ് നാം ഏതാനും നിമിഷങ്ങളിലായി നാം മനസ്സിലാക്കിയത്. ഈ ഉമ്മത്തിൻ്റെ സവിശേഷത, നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ സ്വർഗപൂങ്കാവനത്തിൽ ഏറ്റവും വലിയ ജനബാഹുല്യത്തോടു കൂടി സ്വർഗം പ്രവേശിക്കുന്നവരായിരിക്കും. അത് നാളെ പരലോകത്ത് അത് തിരിച്ചറിയാൻ സാധിക്കും ഈ ഉമ്മത്തിനെ. കാരണം അവരുടെ അചഞ്ചലമായ വിശ്വാസം, അവരുടെ ആ തൗഹീദി വിശ്വാസം, അതുകൊണ്ട് അവർ മറ്റുള്ള സമുദായങ്ങളിൽ നിന്നിട്ട് വേർതിരിച്ചറിയാൻ സാധിക്കും. അതെ, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൻ്റെ വക്താക്കളാകണം. ഏറ്റവും ഉത്കൃഷ്ടമായ, ഉന്നതമായ, ഔന്നത്യമുള്ള ആദർശമാണ് നമ്മുടെ കയ്യിലുള്ള ആദർശം. നമ്മുടെ കയ്യിലുള്ള വേദഗ്രന്ഥം ഏറ്റവും ഉത്കൃഷ്ടമായ വേദഗ്രന്ഥമാണ്. നമ്മുടെ കയ്യിലുള്ള ദീൻ ഏറ്റവും ഉത്കൃഷ്ടമാണ്. അതിന് കടപിടിക്കുന്ന, അതിനേക്കാൾ മേലെയായിട്ടുള്ള ഒരു ആദർശമില്ല. അൽ ഇസ്ലാമു യഅ്ലു വലാ യുഅ്ലാ. അൽ ഇസ്ലാമു യഅ്ലു വലാ യുഅ്ലാ. ഉന്നതമായ വിഹായസിൽ വിരാജിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രം, ഒരു ദീന്. ആ ദീനിൻ്റെ വക്താക്കളാകാൻ, ആ ആദർശത്തിൻ്റെ വക്താക്കളും പ്രബോധകരുമാകാൻ നാം ഓരോരുത്തരും പരിശ്രമിക്കണം, അതിനായി പ്രാർത്ഥിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദീനിൽ, അവൻ്റെ തൗഹീദിൽ നമ്മെ എല്ലാവരെയും അടിയുറച്ച് നിർത്തുമാറാകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മിപ്പിക്കാനുള്ളത്, ഇന്ന് നമ്മുടെ മദ്രസക്കുള്ള കളക്ഷനായി ടിക്കർ നിങ്ങൾക്കറിയാം. നമ്മുടെ ദാറുൽ ഖൈർ മദ്രസ അടിച്ചുള്ളത് 200ഓളം വിദ്യാർത്ഥികളുള്ള വളരെ വലിയ ഈ മംഗലാപുരത്ത് വെച്ച് മഹത്തായ ഒരു സ്ഥാപനമാണ്. അൽഹംദുലില്ലാ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ചിലവുകളൊക്കെ ആവശ്യമുള്ളതാണ് ഈ മദ്രസ അടിച്ചുള്ളത്. ഉദാരമായ നിലക്ക് നിങ്ങളെല്ലാവരും ആത്മാർത്ഥമായ നിലക്ക് ദാനധർമ്മങ്ങൾക്ക് വളരെയേറെ പുണ്യം ലഭിക്കുന്ന ഒരു നാളും കൂടിയായിട്ട് വെള്ളിയാഴ്ച ദിവസം ഉദാരമായ നിലക്ക് നിങ്ങൾ സംഭാവന ചെയ്യണം. അതുക്ക് പുറമേ മദ്രസക്ക് ഇവിടെ സ്പേസ് മതിയാവാത്തത് കൊണ്ട് മേലെ മദ്രസയുടെ കൺസ്ട്രക്ഷനൊക്കെ നടന്നുകൊണ്ടുണ്ട്. അപ്പോൾ അതുകാരെങ്കിലും സ്പോൺസർ ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മുടെ മദ്രസ കമ്മിറ്റി, പള്ളി കമ്മിറ്റി ഭാരവാഹികളുമായിട്ട് ബന്ധപ്പെടണം. പിന്നീട് നാളത്തെ കഴിഞ്ഞ് ഞായറാഴ്ച 2 ജൂൺ 30 ലേൺ ദ ഖുർആൻ, അത് നമ്മുടെ സംഘടനയുടെ സൗത്ത് കർണാടക സെൽഫി മൂവ്മെൻറ്റിൻ്റെ വലിയ അള്ളാഹുവിൻ്റെ ദീന്, അവൻ്റെ ഖുർആൻ എത്തുപാട്ടുള്ള ഒരു പ്രോജക്റ്റായിട്ട് ലേൺ ദ ഖുർആൻ ചൊന്തു. അത് 6 മാസം കൂടുമ്പോൾ ഒരു എക്സാം നടക്കരുത്. അതിൽ വിജയികൾക്ക് വലിയ സമ്മാനങ്ങളൊക്കെ കൊടുക്കും. അള്ളാഹുവിൻ്റെ ദീൻ, അവൻ്റെ ഖുർആൻ പഠിക്കാനുള്ള ഒരു അവസരമാണ് ഉണ്ടാക്കരുത്. അപ്പോൾ അതിൻ്റെ ഒരു എക്സാം ആയിട്ട് നടക്കൽ ഇവിടെ നമ്മുടെ ദാറുൽ ഖൈർ മദ്രസയിൽ വെച്ച് നടക്കരുത്. അതിൻ്റെ ഹാൾ ടിക്കറ്റ് എല്ലാം തന്നെ അതിന് മുൻകൂട്ടി തന്നെ നിങ്ങൾ എന്താക്കണം, വാങ്ങി ആ പരീക്ഷ എഴുതുക ഉദ്ദേശിക്കുക. 13ാമത്തെ ഫേസ് ആയിട്ട് ഇപ്പോൾ നടക്കുന്നത് 13ാമത്തെ ഫേസ് ആയിട്ട് 6 മാസം. ഇനി ഈ എക്സാം കഴിഞ്ഞെങ്കിൽ അടുത്ത എക്സാം 6 മാസം കഴിഞ്ഞിട്ടായിട്ട്. പിന്നീട് നമുക്ക് പിടിയുണ്ട് ഈ മഴയുടെ കാരണമായിട്ട് കുറേ ആളുകളൊക്കെ മരിച്ചുപോയി. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരണപ്പെട്ടു പോയ കുടുംബങ്ങൾക്ക് അത് സഹിക്കാനുള്ള ക്ഷമയും സഹനവുമെല്ലാം തന്നെ അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. പ്രത്യേകിച്ചും ഈ കുത്താറിൽ ഒരു വീട്ടിലുള്ള ഉമ്മയും വാപ്പയും അതുപോലെ 2 മക്കളുമെല്ലാം തന്നെ മരണപ്പെട്ട വളരെ ദാരുണമായ വാർത്തകളൊക്കെ നമ്മളൊക്കെ കേട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മരിച്ചുപോയ ആളുകളെ അവൻ്റെ സ്വർഗപൂങ്കാവനത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. അവരുടെ ബർസഖിയായ ഉഖ്റവിയായ ജീവിതം അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹപൂരിതമാകട്ടെ. അതേപോലെ തന്നെ പ്രാർത്ഥിക്കണക്ക് വേണ്ടി, ദ്വാരക്കണക്ക് വേണ്ടി കുറച്ച് ആളുകൾ ചെന്നിട്ടുണ്ട്. ഒരാൾ യൂണിറ്റി ആശുപത്രിയിൽ കോമ സിറ്റുവേഷനിലുള്ള അയാൾ പിന്നെയും കുറച്ച് പ്രയാസകരമായ ഒരു അവസ്ഥയിലാണ് അയാളിപ്പോൾ ഉള്ളത്. പ്രത്യേകമായി പ്രാർത്ഥിക്കണക്ക് വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. വേറെ ഒരാൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ബന്ധു, ഒരു സ്ത്രീ ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ട് ആശുപത്രിയിലാണ്. വേറെ നമ്മുടെ ഈ നാട്ടിലുള്ള നമ്മുടെ ഒരു പ്രവർത്തകൻ തന്നെ, അയാളുടെ ചെറിയ ഒരു കുഞ്ഞ്
സുഖമില്ലാത്തതിൻ്റെ മേൽ പ്രത്യേകം പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമുക്കറിയാം, ചെറിയ കുഞ്ഞുങ്ങളുണ്ട് ചെന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഒരു ആനന്ദമാണ് അല്ലേ. നമ്മുടെ കണ്ണിന് കുളിർമയാകാൻ വേണ്ടി, ദുനിയാവിലും ആഖിറത്തും നമുക്കൊരു കുളിർമയാകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും വേണ്ടിയും അല്ലാഹു തആല ആവശ്യപ്പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയപ്പെട്ട രോഗികൾ, ഇവരുടെ എല്ലാ രോഗങ്ങൾ പൂർണ്ണമായ നിലക്ക് അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണമായ ആഫിയത്തോടെയുള്ള സിഹത്തോടു കൂടിയുള്ള ദീർഘായുസ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. നമുക്കെല്ലാം പൂർണ്ണമായ ആരോഗ്യവും സൗഖ്യവും ജീവിതത്തിലുടനീളം അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മളിൽ നിന്നും വന്നുപോയ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ അല്ലാഹു നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. എല്ലാ ചെറുതും വലുതുമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതേപോലെ തന്നെ എല്ലാ വിധത്തിലുള്ള ബലാ, മുസീബത്ത്, ആഫത്ത്, ആഹത്ത്, ഫിത്ന, ഫസാദുകളിൽ നിന്ന് അല്ലാഹു തആല നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات ويا قاضي الحاجات. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. عباد الله رحمكم الله، إن الله يأمر بالعدل والإحسان وإيتاء ذي القربى وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون. ولذكر الله أكبر والله يعلم ما تصنعون.